സോ ഹായ് ഓൾ, ഇറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസറകൻ. അപ്പോൾ മലയാളത്തിൽ തന്നെ ആദ്യമായിട്ട് CPR സീരീസിനെ കുറിച്ച് പഠിപ്പിക്കുന്ന നമ്മുടെ ചാനലിലെ 4ാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഒരു കംപ്ലീറ്റ് സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇപ്പം ലാസ്റ്റ് ഘട്ടമായിട്ടുള്ള സ്ട്രാറ്റജീസും ഇനി അപ്ഡേഷൻസ് നമ്മളിങ്ങനെ പല സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ അതിനെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മലയാളത്തിൽ തന്നെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് മാർക്കറ്റ് സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ പ്ലേലിസ്റ്റ് ആക്കി ഐ ബട്ടണിൽ കൊടുത്തേക്കാം. പുതുതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്രദമാവും. ഇത് കൂടാതെ ലാസ്റ്റായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൽ തന്നെ നമ്മൾ 44ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ബുൾ കോൾ സ്പ്രെഡ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഓപ്ഷൻ സ്ട്രാറ്റജിയാണ്. അപ്പോൾ അതിനകത്ത് സെൻസിബിൾ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പോൾ അതിനകത്ത് ആ വീഡിയോയിൽ ഞാൻ എടുത്ത് പറയുന്നതാണ്, അവർ പ്രത്യേകിച്ച് ആർക്കും ഒരു ഓഫറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് അതിൻ്റെ പേയ്മെൻറ്റ് എത്രയാണ്, കാര്യങ്ങൾ എത്രയാണെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലെന്നുള്ളതല്ല, ഞാനത് പറയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സൈറ്റിൽ പോയി നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്യുന്നതിന് മുന്നേ, അതിൽ നിങ്ങൾ പേയ്മെൻറ്റ് നടത്തുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുകയാണ്, അതിനകത്ത് അവരൊരു 7 ഡേ ഫ്രീ ട്രയൽ തരുന്നുണ്ട്. നിങ്ങൾ ആ 7 ഡേ ഫ്രീ ട്രയൽ എടുക്കുക. എന്നിട്ട് നിങ്ങൾ പല കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നു നോക്കുക. 100% ഞാൻ യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നെങ്കിൽ മാത്രം നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് 6 മാസത്തേക്ക് 3840 രൂപയാണ് അവരുടെ സൈറ്റിൽ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് sensible.com എന്ന് അടിച്ച് അതിനകത്ത് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ CPR സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. ഇതിനകത്ത് തംബ്നെയിലിൽ നിങ്ങൾ കണ്ടു കാണും, ഓപ്പണിംഗ് റിലേഷൻഷിപ്സ് എന്ന് കണ്ടു കാണും. അതിനകത്ത് പല ആൾക്കാർക്കും ഞാൻ ലൈവ് ട്രേഡ് ചെയ്യുമ്പോൾ ഓപ്പണിങ്ങിൽ ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ആഗ്രഹം കാണുമെന്നറിയാം. പക്ഷേ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തീർന്നതിന് ശേഷം ഞാൻ ലാസ്റ്റ് ഒരു സ്ലൈഡ് കാണിക്കുന്നുണ്ട്. ആ സ്ലൈഡ് നിങ്ങൾ മസ്റ്റായിട്ടും കാണുക. അത് വേറൊന്നുമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് റിലേഷൻഷിപ്സ് ആണ്. ഈ ഓപ്പണിംഗ് റിലേഷൻഷിപ്സ് എന്ന് പറയുമ്പോൾ പേരിൽ നിങ്ങൾക്കിപ്പോൾ പ്രത്യേകിച്ച് ഒരു ഐഡിയയും കിട്ടി കാണത്തില്ല. എന്താണ് ഓപ്പണിംഗ് റിലേഷൻഷിപ്പ്, എന്തിനെക്കുറിച്ചുള്ളതാണ് പറയുന്നതെന്നൊന്നും മനസ്സിലായി കാണത്തില്ല. അത് നമ്മളിപ്പം ടോപ്പിക്കിലോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അതിനെക്കുറിച്ച് എല്ലാം ഒരു ഐഡിയ ആവും. അതിനുശേഷം ഞാൻ മസ്റ്റായിട്ട് പറഞ്ഞാലും മറക്കരുത്, ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മളൊരു സ്ലൈഡ് പറയും, അതെല്ലാവരും കാണുക. കണ്ടതിന് ശേഷം മാത്രം വീഡിയോ എൻഡ് ചെയ്തിട്ട് നിർത്തിയിട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഓപ്പണിംഗ് റിലേഷൻഷിപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എല്ലാവരും കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ ലെറ്റ്സ് ജമ്പ് ഇൻടു ദ ടോപ്പിക്. ഓക്കെ, ഇതിനകത്ത് ആദ്യമേ ഞാൻ ഒരു ഡിസ്ക്ലെയിമർ പോലെ ഞാനൊരു കാര്യം പറയുകയാണ്. നിങ്ങളാരും ഞാനിപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് ക്ലിയർ ആയിട്ടും വളരെ യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെ ആയിരിക്കും. എന്നാൽ പറ്റുന്ന രീതിയിൽ നല്ല കണ്ടൻറ്റ് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് പറയാനും പോകുന്നത്. നിങ്ങൾക്ക് തന്നെ ഞാൻ പറയുന്ന ഏതൊരു കാര്യവും അങ്ങനെ നടക്കാം, അങ്ങനെ നടക്കാതിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിക്കാറില്ല. എല്ലാ കാര്യങ്ങളും നാളത്തേക്ക് വേണ്ടി ഇന്നെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ് ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്നത്. എനിക്കും അതിനാണ് താല്പര്യം. അല്ലാതെ കഴിഞ്ഞതിന് ശേഷം ഇന്ന കാര്യം നടന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. അത് പലരെയും ഞാൻ ഇതിനകത്ത് വിമർശിച്ചിട്ടുള്ള കാര്യമാണ്. അത് അങ്ങനെയാണെങ്കിൽ നമ്മൾ തലേന്ന് പറഞ്ഞ കാര്യം നമ്മൾ പിറ്റേന്ന് പറഞ്ഞാൽ ഓക്കെ. അല്ല, നമ്മൾ തലേന്ന് പറയാത്തൊരു കാര്യം അന്നത്തെ ദിവസം വന്നിട്ട് ഇങ്ങനെ നടന്നു അങ്ങനെ നടന്നു എന്ന് പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ നമ്മൾ ഈ പഠിപ്പിക്കുന്ന കംപ്ലീറ്റ് സീരീസിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഓരോ ദിവസവും രാവിലെ തന്നെ എന്തായിരിക്കും ആ ദിവസം ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യമാണ്. ഷുവർ ഷോട്ട്, സെർട്ടനിറ്റി അല്ല. ഞാൻ എപ്പോഴും പറയും, ഇതൊരു 50% പ്രോബബിലിറ്റി ഗെയിമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അത് ആദ്യം തലയിലോട്ട് വെച്ചേക്കുക. ഓക്കെ, അത് ഞാനിപ്പോൾ ഈ പറഞ്ഞതായിട്ട് ആർക്കും കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു വീഡിയോ, ഒരു ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. മസ്റ്റായിട്ട് കാണാത്ത എല്ലാ ട്രേഡേഴ്സും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമേ പറയണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് ഞാൻ ഓൾറെഡി ഇപ്പം ഈ ടൈപ്സ് ഓഫ് മാർക്കറ്റ് ഡേയ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്, ഇപ്പം ഞാൻ ഈ ഓപ്പണിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ടോപ്പിക്ക്, ഈ ടോപ്പിക്കൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ കോഴ്സ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ആ കോഴ്സിൽ ഉൾപ്പെടുത്താൻ വെച്ചിരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. പിന്നെ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ നമ്മളെല്ലാം കൂടെ ആ ഒരു കോഴ്സിനകത്തോട്ട് നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ വരുന്നത് എന്തിനാണ്? ഒരു പ്യുവർ കണ്ടന്റ് അല്ലെങ്കിൽ ഒരു പ്യുവർ കോർ സംഭവത്തിനായിരിക്കും നിങ്ങൾ എല്ലാവരും വരുന്നത്. അപ്പം അതിനിടയിൽ എല്ലാം കൂടെ തിയറി ആയിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോശമാവും എന്ന് വെച്ചിട്ടാണ് ഞാൻ ഓൾറെഡി നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇതൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഒരുപാടുണ്ട്. എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടുള്ള എന്താണ്, നമുക്ക് ഏതൊക്കെ സാഹചര്യത്തിൽ നമ്മൾ മാർക്കറ്റിൽ പെർഫോം ചെയ്യണം, ഏതൊക്കെ സാഹചര്യത്തിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം. ഞാൻ എപ്പോഴും പറയില്ലേ, മാർക്കറ്റിൽ
നമുക്ക് മാർക്കറ്റിനെ തോൽപ്പിക്കാൻ പറ്റുന്ന കുറച്ച് സാഹചര്യങ്ങളുണ്ട്, മാർക്കറ്റ് നമ്മളെ തോൽപ്പിക്കുന്ന കുറച്ച് സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ തമ്മിലൊരു ഡിഫറൻസ് ആണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്കൊരു ട്രേഡർ ആവാൻ പറ്റത്തുള്ളൂ. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടുള്ള ഒരു കാര്യം, ഞാൻ ആദ്യമേ ഡിസ്ക്ലൈമർ പോലെ പറയുകയാണ്, ഇത് കേട്ട് കഴിഞ്ഞിട്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പോയി നിങ്ങൾ ചാർട്ടിൽ നോക്കുമ്പോൾ ഓക്കെ നിങ്ങൾക്ക് ഭയങ്കര കളർഫുള്ളായിട്ട് തോന്നും, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നാളെ മുതൽ തന്നെ ചെയ്യാനൊക്കെ തോന്നും, ഉറപ്പായിട്ടും തോന്നും. കാര്യം അത്തരത്തിലുള്ള കണ്ടന്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ ഒരിക്കലും അങ്ങനെ കയറി ചാടി ചെയ്യരുത്. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇതെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഓപ്പണിംഗ് റിലേഷൻഷിപ്പിൽ ഞാനൊരു 3 സിനാരിയോ പറയും. അതായത് 3 ടൈപ്പിൽ മാർക്കറ്റ് എവിടെയൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് അന്നത്തെ ദിവസത്തിന് എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. കുറച്ചുകൂടെ എടുത്ത് പറയുവാണെങ്കിൽ പല പല രീതിയിൽ പ്രീ മാർക്കറ്റ് ഫോം ആവും അല്ലേ. പ്രീ മാർക്കറ്റ് ഫോം ആയി ഒരു 9, 8 ആയി കഴിയുമ്പോഴത്തേക്ക് പ്രീ മാർക്കറ്റ് എവിടെയാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അവിടെ ആയിരിക്കും മാർക്കറ്റ് ഓപ്പൺ ആവാൻ പോകുന്നത്. അപ്പോൾ തന്നെ അന്നത്തെ ദിവസം ഏതായിരിക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ഒരു മുൻകൂട്ടി ഒരു ഐഡിയ കിട്ടുക, അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഓപ്പണിംഗ് ക്യാൻഡിലിൽ തന്നെ ട്രേഡ് എടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ്, അത് ഈ ഒരു കാര്യം മാത്രം വെച്ചിട്ടല്ല, ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഇന്നടുത്ത് വന്നിട്ട് ഇതിൻ്റെ മുകളിലായിരിക്കണം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നാൽ മാത്രമേ ഞാൻ ഓപ്പണിംഗ് ക്യാൻഡിലിൽ ട്രേഡ് ചെയ്യൂ. അല്ലാതെ ഈ ഒരു സംഭവം വെച്ച് മാത്രമല്ല, അത് ഞാൻ ആദ്യമേ പറയുകയാണ്, ആരും അതുകൊണ്ട് പോയി ഇത് കേട്ടിട്ട് ഇതിനനുസരിച്ച് പോയി ട്രേഡ് എടുക്കാൻ നിൽക്കരുത്, പണി വാങ്ങിക്കും. ഓക്കെ, ചിലപ്പോൾ ലക്കിന് പ്രോഫിറ്റ് അടിക്കാം, പക്ഷേ നമുക്ക് അങ്ങനെ വേണ്ട, കംപ്ലീറ്റ്ലി നമുക്ക് പഠിച്ചിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് ആദ്യമേ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയാനുള്ള കാര്യം. ഇല്ലെങ്കിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഇത് കണ്ടതിന് ശേഷം നമ്മൾ പോയി ട്രേഡ് എടുത്ത് പോകും. അങ്ങനെ എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അവസാനം ഒരു പ്രോ ട്രേഡ് വെർഷനിലോട്ട് നിങ്ങൾ വന്നതിന് ശേഷം ഇതെല്ലാം നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ഓപ്പണിംഗ് റിലേഷൻഷിപ്പ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രീ മാർക്കറ്റ് ഫോം ആവും. അതായത് രാവിലെ 9 മണിക്ക് പ്രീ മാർക്കറ്റ് ഓപ്പൺ ആയി 9:07, 9:08 ആകുമ്പോഴത്തേക്ക് പ്രീ മാർക്കറ്റ് ക്ലോസ് ആവും. അപ്പോഴത്തേക്ക് മാർക്കറ്റ് ഓപ്പൺ ആവാൻ പോകുന്നത് എവിടെയാണെന്ന് നമുക്കറിയാൻ പറ്റും. ഓരോ ക്യാൻഡിലിൻ്റെയും മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ആവാൻ പോകുന്നതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. ഈ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതൊരു ട്രെൻഡ് ഡേ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ ആയിരിക്കുമോ, അല്ലെങ്കിൽ അതൊരു എക്സ്പാൻഡഡ് ടിപ്പിക്കൽ ഡേ ആയിരിക്കുമോ എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടാൻ ഒരു 30% നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മളെ സഹായിക്കും. ബാക്കി നമുക്ക് ഓപ്പണിംഗ് ക്യാൻഡിലിൻ്റെ അത് അക്സെപ്റ്റ് ചെയ്യുമോ റിജക്റ്റ് ചെയ്യുമോ എന്നറിയണം. അപ്പോൾ നമുക്കൊരു 50% ആവും, ഒരു 40% ആവും. പിന്നെ നമുക്ക് ആദ്യത്തെ ഒരു മണിക്കൂറൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു 50, 55, 60% നമുക്ക് ഓക്കെ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണെന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടും. ഞാൻ എപ്പോഴും ഒരു ട്രേഡറും ഒരു വീഡിയോയിലും പറയുന്ന പോലെ 100% ഷുവർ ഷോട്ട് ഗ്യാരണ്ടി എന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ എപ്പോഴും പറയില്ലേ 55-60% ഗ്യാരണ്ടി നമുക്ക് കിട്ടും. ബാക്കി നമ്മൾ പെർഫോം ചെയ്യുന്നത് നമ്മുടെ ഇമോഷൻ ബേസ് ആണ് ട്രേഡിങ്ങിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കി ഞാൻ സ്ലൈഡ് കാണിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ലൈഡിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പം സ്ലൈഡ് കാണാൻ പറ്റുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഓപ്പൺ ഇൻ റിലേഷൻ ടു വാല്യൂ ഏരിയ, അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ഞാൻ ആദ്യം ചുരുക്കത്തിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ദ മാർക്കറ്റ്സ് ഓപ്പൺ ക്യാൻ ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദ ഡേയ്സ് ഔട്ട്കം. Specifically, the open in relation to range and value can help you forecast potential price behavior for the session. Okay, understanding the different types of opening relationship can help you prepare for the day's trading activity. For example, അതാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഞാൻ എന്തോ പറയുന്നതെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, എ ഡേ ദാറ്റ് ഓപ്പൺസ് വിത്തിൻ വാല്യൂ ആൻഡ് വിത്തിൻ ദ പ്രയർ ഡേയ്സ് പ്രൈസ് റേഞ്ച് will have a markedly different conviction and result than a day that opens out of value and out of prior days price range. പിടി കിട്ടിയില്ലെങ്കിൽ എന്താണെന്നുള്ളത് ഇപ്പോൾ പറഞ്ഞുതരാം. അതായത് എന്താണ് നമ്മളിപ്പോൾ ഈ സ്ലൈഡിൽ പറഞ്ഞേക്കുന്നത്? സിമ്പിളായിട്ട് ഒരു മാർക്കറ്റിൻ്റെ ഓപ്പൺ ആവുന്ന ആ ഒരു പോയിന്റ് അന്നത്തെ ദിവസം വളരെയധികം അന്നത്തെ ദിവസത്തിൻ്റെ മൂവ്മെൻറ്റിന് ഒരു പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ ഓപ്പൺ ആകുന്ന പോയിന്റിൽ നിന്ന് അത് അക്സെപ്റ്റ് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം. അത് ഏതൊക്കെ സാഹചര്യമാണെന്നുള്ളത് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. ഇത് കൂടാതെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ, ഈ പ്രയർ ഡേയ്സ് വാല്യൂ, പ്രയർ ഡേയ്സ് റേഞ്ച് എന്നൊക്കെ എന്താ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ, പ്രയർ ഡേയ്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ വാല്യൂ ഏരിയ എന്താണെന്ന് നമുക്കറിയാലോ. അതായത് നമ്മൾ മണി സോണിൽ പഠിച്ചായിരുന്നു പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ, വാല്യൂ ഏരിയ ഹൈ, വാല്യൂ ഏരിയ ലോ. അതാണ് ഇൻസൈഡ് ദ വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ വാല്യൂ ഏരിയയുടെ അകത്താണെങ്കിലോ, അതുപോലെ പ്രയർ ഡേയ്സ് റേഞ്ച്, അതായത് പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോ, അതിൻ്റെയും അകത്താണെങ്കിലോ, ഈ രണ്ട് കാര്യത്തിൻ്റെയും അകത്ത് ഫോം ചെയ്യുന്ന ഒരു ക്യാൻഡിലാണെങ്കിൽ എൻറ്റയർലി അത്
മാർക്കറ്റിൽ ഒരു ക്യാൻഡിൽ ഓപ്പൺ ആകുമ്പോൾ ഈ എല്ലാ റേഞ്ചിൻ്റെയും പുറത്താണ് ഓപ്പൺ ആവുന്നത്. ഈ രണ്ടും തമ്മിൽ വളരെയധികം അന്തരവ് കാണും. കൺഫ്യൂഷൻ ആക്കണ്ട, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അങ്ങോട്ട് പറയുക, ഞാൻ എന്താണ് സംഭവം എന്നുള്ളത്. അതായത് ഒരു ക്യാൻഡിൽ പ്രീ മാർക്കറ്റ് ഫോമായി കഴിയുമ്പോൾ ഒരു ദിവസം എവിടെ ഓപ്പൺ ആവുന്നു എന്നുള്ളത് മാർക്കറ്റിൽ അന്നത്തെ ദിവസത്തിൻ്റെ മൂവ്മെൻറ്റിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് പല സ്ഥലത്തായിട്ട് ഓപ്പൺ ആവാം അല്ലേ. അപ്പോൾ അതേതൊക്കെ സ്ഥലത്തിൽ ഓപ്പൺ ആയാൽ ഏതൊക്കെ സംഭവങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ള ഒരു പ്രഡിക്ഷനാണ് നമ്മൾ ഇതിലൂടെ പഠിക്കാൻ പോകുന്നത്. 100% അല്ല, ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഇത് കയറി ചാടി കയറി ചെയ്യരുത്. നിങ്ങൾക്ക് ഇത് പഠിച്ചതിന് ശേഷം നിങ്ങൾ ചാർട്ട് ഓപ്പൺ ആക്കുമ്പോൾ എല്ലാം ശരിയാണല്ലോ എന്ന് തോന്നും. പക്ഷേ നിങ്ങളുടെ ഇമോഷനൊക്കെ ഭയങ്കരമായിട്ട് വീക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് പണി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഘട്ടത്തിലോട്ട് നമുക്ക് പോകാം. ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഓപ്പൺ വിത്തിൻ ദ റേഞ്ച് ആൻഡ് വിത്തിൻ ദ വാല്യൂ. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ചാർട്ട് കാണുമ്പോഴേ കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. എന്നാലും പെട്ടെന്ന് നമുക്ക് ഓടിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ അപ്പം ഞാൻ ഈ പറഞ്ഞ 3 ടൈപ്പ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതാണ് 3 ടൈപ്സ് ഓഫ് ഓപ്പണിംഗ് റിലേഷൻഷിപ്സ്. ഏതൊക്കെ രീതിയിൽ തുടങ്ങാം? ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തലേ ദിവസത്തെ റേഞ്ചിൻ്റെ അകത്തും തലേ ദിവസത്തെ വാല്യൂ ഏരിയയുടെ അകത്തുമാണെങ്കിൽ അത് അക്സെപ്റ്റൻസ് ആണെങ്കിലും റിജക്ഷൻ ആണെങ്കിലും അത് നമുക്ക് മാർക്കറ്റിലും അതുപോലെ ഞാനിനി മുന്നോട്ട് പല പല കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് അക്സെപ്റ്റ് ആവണമെങ്കിൽ ആ ക്യാൻഡിൽ ഇന്ന രീതിയിൽ ഫോം ആവണം, അത് റിജക്റ്റ് ആയെങ്കിൽ അത് ഇന്ന രീതിയിലാണ് ഫോം ആയെന്നുള്ളത്. ഇപ്പം സിംപ്ലി എവിടെ ഫോമായി കഴിഞ്ഞാൽ എന്താണ് എക്സ്പെക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അക്സെപ്റ്റൻസും റിജക്റ്റൻസും പഠിക്കണമെങ്കിൽ അത് നല്ല രീതിയിൽ നമ്മൾ എക്സ്പീരിയൻസ് ആയി വരണം. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻ റേഞ്ച് ആൻഡ് ഔട്ട് ഓഫ് വാല്യൂ. ഇൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പ്രീവിയസ് ഡേയുടെ റേഞ്ചില്ലേ, പ്രീവിയസ് ഡേ ഹൈ ലോ അതിൻ്റെ അകത്തായിരിക്കാം, പക്ഷേ വാല്യൂ ഏരിയയുടെ പുറത്തായിരിക്കാം. ഇതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പുറത്തായിരിക്കാം. അപ്പോൾ ഒന്നാമത്തേലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഓപ്പൺ വിത്തിൻ റേഞ്ച് ആൻഡ് വിത്തിൻ വാല്യൂ. The first type of opening relationship is an open that occurs within the prior day's price range and within the prior day's value area. An open that occurs in range and in value indicates the market sentiments from the prior days has not changed and the market is currently in balance. When this occurs, the day's risk and opportunity are both low, which usually leads to a quiet trading range session. A typical day, a trading range day or a sideways day will usually develop from this type of opening relationship. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി. ഒന്നാമത്തെ ഓപ്പണിംഗ് ടൈപ്പ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, തലേ ദിവസത്തെ പ്രൈസ് റേഞ്ചിനകത്തും തലേ ദിവസത്തെ വാല്യൂ ഏരിയയുടെ അകത്തും തന്നെ ഓപ്പൺ വരുവാണെങ്കിൽ അന്നത്തെ ദിവസം എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് തൊട്ട് തലേ ദിവസം എന്തായിരുന്നോ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന സെൻറ്റിമെൻറ്റ്സ് അത് ചേഞ്ച് ആയിട്ടില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് ബയ്യേഴ്സും സെല്ലേഴ്സും ഒരു രീതിയിലും അവരുടെ ഒരു ഡിസിഷൻ അങ്ങോട്ട് എടുത്തിട്ടില്ല. അവർ സെയിം ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ സെയിം മൈൻഡ് സെറ്റിൽ നിൽക്കുമ്പോൾ കൂടുതലും ഏത് തരത്തിലുള്ള മൂവ്മെൻറ്റ് നടക്കാനാണ് സാധ്യത? ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് മേ ബി അതൊരു ടിപ്പിക്കൽ ഡേ ആവാം, അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് റേഞ്ച് ഡേ ആവാം, അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് ഡേ ആവാം. ഇത് ഏത് കേസിലാണ്? അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രം. അപ്പോൾ റിജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അവിടെ ഓപ്പൺ ആയതിനു ശേഷം ഈ പറയുന്ന ഏരിയ എല്ലാം റിജക്റ്റായി വേറൊരു സൈഡിലോട്ട് മൂവ്മെൻറ്റ് നടക്കുമ്പോഴാണ്. അത് നമുക്ക് എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ചാർട്ടിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ പലർക്കും ടെലഗ്രാമിൽ ചാർട്ട് ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ CPR എന്താണ്ട് ഇതേ കണക്കത്തെയാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് ഞാൻ CPR അല്ല ഇവിടെ വരച്ച് വെച്ചേക്കുന്നത്. നിങ്ങൾ തൊട്ട് തലേ ദിവസം നോക്കിയാൽ നമ്മൾ മണി സോൺ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാൻ ഈ ദിവസത്തെ വാല്യൂ ഏരിയ ഹൈ, ഈ ദിവസത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ, ഈ ദിവസത്തെ വാല്യൂ ഏരിയ ലോ, ഇത് മൂന്നും ഇങ്ങോട്ടെടുത്ത് അടയാളപ്പെടുത്തി വെച്ചേക്കുക. അതായത് ഈ ദിവസം ക്ലോസ് ആവും, നമുക്ക് പിറ്റേ ദിവസം എന്താണെന്ന് നമുക്ക് കാണാൻ പോലും പറ്റില്ല. അപ്പോൾ ഈ ദിവസം ക്ലോസ് ആവുമ്പോൾ നമ്മൾ എന്താണ് മാർക്കറ്റ് ചെയ്യുന്നത്? ഈ ദിവസത്തെ വാല്യൂ ഏരിയ ഹൈയും പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയയും വാല്യൂ ഏരിയ ലോയും നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കും. എന്നിട്ട് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് നോക്കേ പ്രീവിയസ് ഡേ റേഞ്ചിൻ്റെയും അകത്താണ്, അതുപോലെ വാല്യൂ ഏരിയയുടെയും അകത്താണ്. അപ്പോൾ അന്നത്തെ ദിവസം എന്താണ്? അതായത് സെൻറ്റിമെൻറ്റ്സ് ഒന്നും ചേഞ്ച് ആയിട്ടില്ല, അത് ആ ഒരു പ്രീവിയസ് ഡേ ഹൈയിൽ സപ്പോർട്ട് എടുക്കുന്നു. അപ്പോൾ അതാണ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഇവിടുന്ന് നല്ല രീതിയിലൊരു ബ്രേക്കൗട്ടോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടക്കും. അതാണ് ഓപ്പണിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇത് ഈ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ അങ്ങനെ ആരെയും ഫോഴ്സ് ചെയ്ത് പറയുമല്ല, എന്നാലും ഞാനൊന്ന് പറയുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് വന്നാൽ നമുക്ക് കൂടുതലും ഓപ്ഷൻ സെല്ലേഴ്സിനാണ് കൂടുതലും പ്രാധാന്യം എന്ന് പറയുന്നത്. അവർക്ക് വേണമെങ്കിൽ ഒരു സ്ട്രാഡിലൊക്കെ എടുത്തിട്ട് മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഇത്തരത്തിലുള്ള ദിവസം എന്ന് പറയുന്നത്. ആദ്യത്തെ ഇനിഷ്യൽ വോളറ്റൈലിറ്റി ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു സ്ട്രാഡിൽ പ്രിഫർ ചെയ്യാവുന്നതാണ്. ഇതൊരിക്കലും ഒരു കോളോ കാര്യങ്ങളോ പറഞ്ഞു തരുന്നില്ല, ഞാൻ പറയുവാണ്. ഓരോ സിറ്റുവേഷനിലും ഓപ്ഷൻ ബൈ ചെയ്യണം, ഓപ്ഷൻ സെല്ല് ചെയ്യണം, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞു തന്നതേ ഉള്ളൂ. ജസ്റ്റ് എൻ്റെ ഒരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായല്ലോ. പ്രീവിയസ് ഡേ റേഞ്ചിനകത്തും
അതുപോലെ പ്രീവിയസ് ഡേ വാല്യൂ ഏരിയയുടെ അകത്തുമാണ് ദാണ്ട് ഇവിടെ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ ഫോം ആയിരിക്കുന്നത്. ഇത് നമുക്ക് 9/8 തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അന്നത്തെ ദിവസത്തെ ഒരു മൂവ്മെൻറ്റ് ഓൾമോസ്റ്റ് നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇന്ന ദിവസം ഇന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു മണിക്കൂറൂടെ കഴിഞ്ഞിട്ട് വലിയ മൂവ്മെൻ്റ് ഒന്നും നടന്നില്ലെങ്കിൽ നമുക്കപ്പോൾ എന്താ മനസ്സിലായി, ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം ഇതായിരിക്കുമെന്ന് നമുക്ക് അപ്പം തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഇത് കാണാൻ നിങ്ങൾ ഇത് 24-ാം തീയതി, ഇത് 25-ാം തീയതി കണ്ടോ. ഒരു ദിവസത്തെ മൂവ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ദിവസം തന്നെ നമുക്ക് പിറ്റേ ദിവസത്തേക്കുള്ള വാല്യൂ ഏരിയ ഹൈയും പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയയും വാല്യൂ ഏരിയ ലോയും എല്ലാം നമുക്ക് വരച്ചു വയ്ക്കാൻ പറ്റും. പ്രീവിയസ് ഡേ ഹൈയും പ്രീവിയസ് ഡേ ലോയും എല്ലാം വരച്ചു വയ്ക്കുക. എന്നിട്ട് ഓപ്പൺ ഫോം ആവുന്ന ഏതിനാണോ അതിനനുസരിച്ച് മാർക്കറ്റിനെ നമ്മളൊന്ന് പ്രെഡിക്റ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ടൈപ്പ് ഓഫ് മാർക്കറ്റ് 1 മണിക്കൂർ കഴിയുമ്പോൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അത്തരത്തിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ സെക്ഷനിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ വിത്തിൻ റേഞ്ച് ആൻഡ് ഔട്ട്സൈഡ് വാല്യൂ. ഓക്കെ, സോറി. അപ്പം ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഓപ്പണിംഗ് റിലേഷൻഷിപ്പ് ഈസ് ആൻ ഓപ്പൺ, ശ്രദ്ധിച്ച് കേട്ടോണം, ദാറ്റ് ഒക്കേഴ്സ് ഔട്ട്സൈഡ് ഓഫ് പ്രയർ ഡേയ്സ് വാല്യൂ ഏരിയ. പ്രയർ ഡേയ്സ് അതായത് തൊട്ട് മുമ്പത്തെ ദിവസത്തിലെ വാല്യൂ ഏരിയയുടെ പുറത്താണ്, ബട്ട് വിത്തിൻ ദ പ്രയർ ഡേയ്സ് റേഞ്ച്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ പ്രീവിയസ് ഡേയുടെ ഹൈയുടെയും ലോയുടെയും അകത്താണ്, പക്ഷേ വാല്യൂ ഏരിയയുടെ പുറത്താണ്. An open that occurs in range but out of value indicates that the market sentiment has changed slightly, which offers more risk and opportunity. അതായത് ചെറിയ രീതിയിൽ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. കാര്യം ഒരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് ചേഞ്ച് ആയില്ലെന്ന് പറയുന്നത് എപ്പോഴാണ്, അതിൻ്റെ വാല്യൂ ഏരിയയുടെ അകത്ത് വരുമ്പോഴാണ് അത് ചേഞ്ച് ആയില്ല എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ മണി സോണിൻ്റെ ടോപ്പിക്ക് കണ്ടിട്ടില്ലേ ഉറപ്പായിട്ടും കാണണം. ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഇല്ലെങ്കിൽ വാല്യൂ ഏരിയ എന്താണ്, പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ എന്താണ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, however, in order for greater direction conviction to be seen, the market must break free from the prior days range and accept new value. അപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ അവിടെ എന്ത് സംഭവിക്കണം, തൊട്ട് തലേ ദിവസത്തെ പ്രീവിയസ് ഡേയുടെ ആ ഒരു റേഞ്ചും കൂടെ ബ്രേക്ക് ആയാൽ മാത്രമേ നമുക്ക് എന്നിട്ട് ഒരു പുതിയ വാല്യൂ തിരഞ്ഞു തുടങ്ങിയാൽ എന്നാൽ മാത്രമേ നമുക്ക് അന്നത്തെ ദിവസത്തെ ഒരു പ്രഡിക്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അതായത് വാല്യൂ ഏരിയയുടെ പുറത്താണ് ഓപ്പൺ ആയേക്കുന്നത്, പക്ഷേ പ്രീവിയസ് ഡേ റേഞ്ചിൻ്റെ അകത്താണ്. അപ്പോൾ നമുക്കൊരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഈ വാല്യൂ ഏരിയയുടെ പുറത്താണ് ഓൾറെഡി ഫോം ആയേക്കുന്നത്, അതിൻ്റെ കൂട്ടത്തിൽ പ്രീവിയസ് ഡേ റേഞ്ചും കൂടെ ഒന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, ഓക്കെ ഇനിഷ്യേറ്റീവ് പാർട്ടിസിപ്പൻസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ ഇഫ് ദിസ് ഒക്കേഴ്സ് എ ട്രെൻഡ് ഡേ, ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ് ഡേ ഓർ ആൻ എക്സ്പാൻഡഡ് ടിപ്പിക്കൽ ഡേ will likely to develop. If the market does not break free from the prior day's range, however, further range activity will be seen, paving the way for a typical day. Okay, അപ്പോൾ ഇതെന്താ മനസ്സിലായത്? നിങ്ങൾ ഫുള്ള് വായിച്ചോ, ഞാൻ പറഞ്ഞുതരാം. തൊട്ട് തലേ ദിവസത്തെ ആ ഒരു നമ്മുടെ വാല്യൂ ഏരിയയുടെ പുറത്താണ് സംഭവം ഫോം ആയത്, പക്ഷേ പ്രീവിയസ് ഡേ റേഞ്ച് ബ്രേക്ക് ആവാൻ പറ്റുന്നില്ല. നല്ലൊരു രീതിയിൽ ഒരു ഇനിഷ്യേറ്റീവ് പാർട്ടിസിപ്പൻസ് വന്ന് പ്രീവിയസ് ഡേ റേഞ്ച് ബ്രേക്ക് ആവാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വീണ്ടും അവിടെ എന്താ എക്സ്പെക്ട് ചെയ്യാം, ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു ഇനിഷ്യേറ്റീവ് ബയേഴ്സ് വന്ന് പ്രീവിയസ് ഡേ റേഞ്ചും കൂടെ ഒന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേയോ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ഡേയോ അല്ലെങ്കിൽ ഒരു എക്സ്പാൻഡഡ് ടിപ്പിക്കൽ ഡേയോ ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾക്ക് ചാർട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ്. ഇനി ഈ ദിവസം നിങ്ങൾ നോക്കിയോ, ഈ ദിവസത്തെ ഞാൻ ഈ 14-ാം തീയതി 15-ാം തീയതി ഇതിനകത്ത് 14-ാം തീയതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 14-ാം തീയതിയിലെ വാല്യൂ ഏരിയ ഇവിടെ ഹൈ അടയാളപ്പെടുത്തി വെച്ചു, പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയ അടയാളപ്പെടുത്തി വെച്ചു, വാല്യൂ ഏരിയ ലോ അടയാളപ്പെടുത്തി വെച്ചു. എന്നിട്ട് പ്രീവിയസ് ഡേ ഹൈയും പ്രീവിയസ് ഡേ ലോയും അടയാളപ്പെടുത്തി വെച്ചു. ഇതിനകത്ത് മാർക്കറ്റ് എവിടെയാണ് ഫോം അയക്കുന്നത്, ഇവിടാണ് ഫോം അയക്കുന്നത്. അപ്പോൾ എന്താ നമുക്ക് ഉദ്ദേശിക്കാം, പ്രീവിയസ് ഡേ റേഞ്ചിന് അകത്താണ്. ഓക്കെ, പ്രീവിയസ് ഡേ റേഞ്ചിന് അകത്താണ്, പക്ഷേ വാല്യൂ ഏരിയയുടെ പുറത്താണ് മാർക്കറ്റ് ഓപ്പൺ ആയേക്കുന്നത്. പക്ഷേ അതവിടെ അക്സെപ്റ്റ് ചെയ്തോ, നിങ്ങൾ നോക്കേ, അവിടുന്ന് ഒരു റെഡ് ക്യാൻഡിലാണ് ഫോം ആയേക്കുന്നത്. അപ്പോൾ ഇത് യൂഷ്വലി അന്നത്തെ ദിവസം എന്തായെന്ന് നോക്കി, ഇതാണ്ടേ ഇങ്ങനെ ഒരു ദിവസമായിട്ടാണ് അത് മാറിയേക്കുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ കിടക്കുകയാണ്, ഈ റേഞ്ചിനകത്ത് തന്നെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒന്നും നമുക്ക് കൺഫർമേഷൻ പറയാൻ പറ്റില്ല. ഇതിന് ഏതെങ്കിലും ഒരു റേഞ്ച് ബ്രേക്ക് ആയാൽ മാത്രമല്ലേ നമുക്കൊരു കൺഫർമേഷൻ കിട്ടുന്നുള്ളൂ. അപ്പോൾ തൊട്ട് തലേ ദിവസമാണെങ്കിൽ തൊട്ട് തലേ ദിവസത്തെ വാല്യൂ ഏരിയയുടെ പുറത്താണെങ്കിലോ പ്രീവിയസ് ഡേ റേഞ്ചിൻ്റെ അകത്താണെങ്കിലോ നമുക്കൊരു കൺഫർമേഷൻ വേണം. ഫസ്റ്റ് ഓഫ് ഓൾ പ്രീവിയസ് ഡേ ഹൈയോ പ്രീവിയസ് ഡേ, ഇവിടെ പ്രീവിയസ് ഡേ ലോ എന്നായിപ്പോയി കേട്ടോ, ഐ എം റിയലി സോറി. PDH ആണ് ഇവിടെ കേട്ടോ. നേരത്തേൽ എങ്ങനെയായിരുന്നു, നേരത്തേലും PDL ആയിപ്പോയി, ഇവിടെ PDH ആണ് കേട്ടോ, സോറി. ഓക്കെ, അപ്പോൾ
ഇതാണ് പറയുന്നത്, ഓപ്പണിങ്ങിൽ നമുക്കൊരു ഐഡിയ കിട്ടും, അന്നത്തെ ദിവസം എന്താണ് നടക്കാമെന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. പക്ഷേ അതിൽ അക്സെപ്റ്റൻസും നടക്കാം, റിജക്ഷൻസും നടക്കാം. അതായത് ഇവിടെ ഇപ്പം ഈ പറയുന്ന ക്യാൻഡിൽ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ആയതായി ഇവിടെയൊക്കെ ബ്രേക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ എക്സ്പെക്ട് ചെയ്യാം? ഓൾറെഡി അത് വാല്യൂ ഏരിയയുടെ പുറത്താണ് അത് ഓപ്പൺ ആയിട്ട് നിന്നത്. കൂടാത്തതിന് മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് താണ്ട നല്ലൊരു കൺഫർമേഷൻ, പ്രീവിയസ് ഡേ ഹൈയും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കൺഫർമേഷൻ ആയി. കാര്യം ഇനിഷ്യേറ്റീവ് പാർട്ടിസിപ്പൻസ് വന്നു. ഇൻ കേസ് അവർ വന്നില്ലെങ്കിൽ വീണ്ടും അതൊരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആയിരിക്കും. വേണമെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ട്രേഡിൽ നിന്ന് മാറി നിൽക്കാം, എന്ത് വേണോ ചെയ്യാം. സ്പെസിഫിക് ആയിട്ടുള്ള സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റീസ് മാത്രം നമ്മൾ യൂസ് ചെയ്യുക. വിച്ച് മീൻസ് ഇത്തരത്തിലുള്ള ദിവസങ്ങളിൽ നമ്മളിപ്പോൾ ഒരു 20 ഡേ മൂവിംഗ് ആവറേജ് ആണെങ്കിൽ അത് എപ്പോഴും ഇങ്ങനെ ആയിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ട്രെൻഡ് ഡേ നമുക്ക് കിട്ടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ 20 ഡേ മൂവിംഗ് ആവറേജിൽ വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി വേണേൽ പ്രിഫർ ചെയ്യാം. അതൊന്നും ഞാനിപ്പോൾ പറയില്ല, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇനി മൂന്നാമത്തെ സിനാരിയോ. ഓക്കെ, മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആണ് എല്ലാ കാര്യങ്ങളും. അതായത് വാല്യൂ ഏരിയയുടെ പുറത്തായിരിക്കും, നമ്മുടെ പ്രീവിയസ് ഡേ പ്രൈസ് റേഞ്ചിൻ്റെ പുറത്തായിരിക്കും, എല്ലാത്തിൻ്റെയും പുറത്തായിരിക്കും. ടിപ്പിക്കലി അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്താ പറയാം? മേ ബി ഒരു ഗ്യാപ്പ് അപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്കൊരു ഗ്യാപ്പ് ഡൗൺ എന്ന് പറയാം. അത്തരത്തിലുള്ള ദിവസങ്ങളിൽ ഞാൻ ഒരിക്കലും ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും പ്രിഫർ, അത് ഞാൻ അവസാനം പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ നോക്കുക, ദ തേർഡ് ടൈപ്പ് ഓഫ് ഓപ്പണിംഗ് റിലേഷൻഷിപ്പ് ഈസ് ആൻ ഓപ്പൺ ദാറ്റ് ഒക്കേഴ്സ് out of the prior day's range and out of the prior day's value area. On this type of day, the market has opened out of balance, indicating that the market sentiment has clearly changed from the prior day. If market does not fall back within the prior day's range, this means the market is likely accepting new value and further range extension will be seen. And as additional initiative participants will enter the market, a trend day or double distribution trend day usually arises from this relationship. However, അതും കൂടെ നിങ്ങൾ വായിക്കുക. If price pushes back within the prior day's range, this means that responsive participants will able to push price back ടുവേർഡ്സ് പ്രയർ വാല്യൂ, ഇൻഡിക്കേറ്റിംഗ് എ ഫെയിൽ ബ്രേക്ക്ഔട്ട് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും നല്ല രീതിയിലുള്ള ബ്രേക്ക്ഔട്ട്, മേ ബി നല്ലൊരു പോയിന്റിലായിരിക്കും നിൽക്കുന്നത്, എന്തുകൊണ്ട് അവിടുന്ന് ബ്രേക്ക്ഔട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ റിസൾട്ടായിട്ട് വരുന്നൊരു സംഭവമാണ് താണ്ടെ ഈ പറയുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി നമ്മുടെ പ്രയർ ഡേയ്സ് റേഞ്ചിന് പുറത്ത്, കംപ്ലീറ്റ്ലി നമ്മുടെ വാല്യൂ ഏരിയയുടെ പുറത്ത് അടിപൊളിയായിട്ട് ഓപ്പൺ ആയി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാം? ഒരു വാല്യൂ ഏരിയയുടെയും പ്രീവിയസ് ഡേ റേഞ്ചിൻ്റെയും പുറത്താണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ആവാം. വിച്ച് മീൻസ് എന്താണത്? ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ആയാൽ കംപ്ലീറ്റ്ലി ബയേഴ്സിൻ്റെ സെല്ലേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് മാറി, മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ആകെപ്പാട് ചേഞ്ച് ആയി. പക്ഷേ അവിടെ നമുക്ക് അറിയേണ്ടുള്ള ഒരു കാര്യം എന്താണ്? അത് അക്സെപ്റ്റ് ചെയ്യോ റിജക്റ്റ് ചെയ്യോ? ആ ഒരു ഗ്യാപ്പ് അപ്പ് ആയാലും ഗ്യാപ്പ് ഡൗൺ ആയാലും അത് അക്സെപ്റ്റ് ചെയ്യോ അത് റിജക്റ്റ് ചെയ്യോ? അത് മനസ്സിലാക്കണമെങ്കിൽ ആ ഓപ്പൺ ആവുന്ന ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ നമുക്കറിയണം. അത് ഒക്കെ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പറ്റുന്ന രീതിയിൽ നമ്മുടെ കോഴ്സിലൊക്കെ ഉൾപ്പെടുത്തി അല്ലേ വരും വീഡിയോസിൽ ഞാനത് പറഞ്ഞു തരാൻ ശ്രമിക്കാം. അത് നമുക്ക് എല്ലാം കൂടെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റത്തില്ല. കാര്യം അത് നമുക്ക് പേഴ്സണലി ഒരു ഫേസ് ടു ഫേസ് ഒക്കെ ഇരുന്നാൽ മാത്രമേ പല പല ചാർട്ട് എടുത്ത് കാണിച്ച് നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. വീഡിയോയിലാകുമ്പോൾ നമുക്ക് അതിൻ്റെതായുള്ള പരിമിതിയുണ്ട്. സോ അത്തരത്തിലുള്ള ദിവസങ്ങളിൽ നമുക്ക് ഭൂരിഭാഗം ഡേയ്സിലും അതൊരു ട്രെൻഡ് ഡേയോ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ ഒക്കെ ആയിട്ട് പ്രിഫർ ചെയ്യാം. പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ്. അത്തരത്തിലുള്ള ദിവസങ്ങളിൽ ഈ പറയുന്ന ഉണ്ടായ ആ ഒരു ഗ്യാപ്പ് അപ്പ് റിജക്ഷനാണ് നടക്കുന്നതെങ്കിൽ വീണ്ടും അത് പ്രയർ ഡേ റേഞ്ചിനകത്തോട്ട് വരും. വീണ്ടും അതൊരു കൺഫർമേഷൻ, ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് ഡേ അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ ഡേ ആയിട്ട് അത് മാറും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇതായപ്പോൾ ഇവിടെ കാണാം, ഇതിപ്പോൾ വളരെ കൺസോൾട്ടേഷൻ ഡേ ആയിരുന്നു. അതിൻ്റെ അടുത്ത ദിവസം മാർക്കറ്റിൽ പ്രീവിയസ് ഡേ ഹൈ ഞാൻ അടയാളപ്പെടുത്തി, ദാണ്ടെ 11-ാം തീയതിയിലെ പ്രീവിയസ് ഡേ ഹൈ ഞാൻ അടയാളപ്പെടുത്തി, പ്രീവിയസ് ഡേ ലോ ഞാൻ അടയാളപ്പെടുത്തി, ദാണ്ടെ വാല്യൂ ഏരിയയും പോയിന്റ് ഓഫ് കൺട്രോൾ ഏരിയയും എല്ലാം ഞാൻ അടയാളപ്പെടുത്തി. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി ഈ ദിവസത്തെ എല്ലാം ഞാൻ ഇങ്ങോട്ട് അടയാളപ്പെടുത്തി. പക്ഷേ മാർക്കറ്റ് ഫോം ആയത് എവിടാണ്? ഇവിടാണ്. അപ്പോൾ 9-8 പ്രീ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ തന്നെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടി. ഓക്കെ, മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യോ റിജക്റ്റ് ചെയ്യുമോ എന്ന് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നമുക്കറിയാൻ പറ്റും. സോ ദ ഫസ്റ്റ് ക്യാൻഡിലിൽ തന്നെ നമുക്ക് എന്താ മനസ്സിലായി? മാർക്കറ്റിൻ്റെ ആ ഒരു ഗ്യാപ്പ് അപ്പ് എന്ന് പറയുന്നത് ഇനിഷ്യേറ്റീവ് പാർട്ടിസിപ്പൻസ് അക്സെപ്റ്റ് ചെയ്തു. സോ ഇനി അവർ പുതിയ ന്യൂ വാല്യൂ കണ്ടെത്താനായിട്ട് അവർ മാക്സിമം മേ ബി അതൊരു എക്സ്പാൻഡഡ് ടിപ്പിക്കൽ ഡേ ആക്കാം, അല്ലെങ്കിൽ ഒരു ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ ആക്കാം, അല്ലെങ്കിൽ മേ ബി ഹൈലി അതൊരു ട്രെൻഡ് ഡേ ആക്കാം. ട്രെൻഡ് ഡേ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന എപ്പോഴാണ്? അത് ചിലപ്പോൾ നമുക്കൊരു ഉച്ച എത്തുമ്പോഴേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഒരു എക്സ്പാൻഡഡ് ടിപ്പിക്കൽ ഡേ ആണോ
അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ ആണോ എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേ, ഇത് നല്ല രീതിയിൽ നമുക്കൊരു ട്രെൻഡ് ഡേ ആണ്. ഇത് ഫോമായി, അത് മൂവിങ് ആവറേജും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ഇപ്പം ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞു തന്നതെന്ന് പറഞ്ഞാൽ, ഓപ്പണിങ്ങിൽ എവിടെ ഫോം ആവുന്നു അതിനനുസരിച്ച് മുൻകൂട്ടി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ്സ് നോട്ട് സർട്ടൻ. അങ്ങനെ തന്നെ നടക്കണം എന്ന് നിർബന്ധമില്ല. ബിക്കോസ് ഇറ്റ്സ് എ പ്രോബബിലിറ്റി ഗെയിം. ഞാൻ എപ്പോഴും പറയുന്ന കേസാണ്. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ കളർഫുള്ളായിട്ട് തോന്നും. ഞാൻ വീണ്ടും പറയുകയാണത്, ഈ ഒരൊറ്റ സ്ലൈഡോടെ നിങ്ങൾ കാണുക. എൻ്റെ പേഴ്സണൽ റിക്വസ്റ്റ് ആയിട്ടോ ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുന്നൊരു ചോദ്യമായിട്ടോ നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾ നോക്കുക, ഡോണ്ട് ജമ്പ് ഇൻ ടു ട്രേഡ്. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയതാണ്. ബട്ട് ബിക്കോസ് സ്റ്റിൽ യു ഓൺലി നോസ് ദ ഓപ്പണിംഗ് റിലേഷൻഷിപ്പ് വിച്ച് വിൽ ഗൈഡ് യു ടു പ്രെഡിക്ട് ദ മാർക്കറ്റ് ബിഹേവിയർ. അതായത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഓപ്പണിംഗ് റിലേഷൻഷിപ്പ് എങ്ങനെയൊക്കെ വന്നാൽ എന്തൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാമെന്നുള്ള, മാർക്കറ്റിൻ്റെ ബിഹേവിയർ എങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാമെന്നാണ്. പക്ഷേ നിങ്ങൾ 3-4 തവണ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈവൻ എ ട്രെൻഡ് ഡേ ഓൾസോ ഹാഡ് സോ മെനി റെഡ് ക്യാൻഡിൽസ്, അല്ലേ? ട്രെൻഡ് ഡേയിലും ഒരുപാട് റെഡ് ക്യാൻഡിൽസ് ഫോം ആവുന്ന ദിവസങ്ങളില്ലേ? അപ്പോൾ ഇതിൽ ഏറ്റവും നമുക്ക് മെയിനായിട്ട് അറിയേണ്ടുള്ള എന്താണ്? എ പെർഫെക്റ്റ് ട്രേഡർ നോസ് വെയർ ടു എൻ്റർ ആൻഡ് വെയർ ടു എക്സിറ്റ് ഇൻ ഓൾ ടൈപ്പ് ഓഫ് മാർക്കറ്റ് ഡേയ്സ്. നിങ്ങൾക്കതറിയാമോ? അതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ അത് പ്യുവറായിട്ട് നമുക്ക് അറിഞ്ഞൂടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സമാധാനപ്പെടുക. ബൈ എക്സ്പീരിയൻസ് പല പല ചാർട്ട് നിങ്ങൾ തുറന്നു വെച്ച് നോക്കുക, പല പല ഡേയ്സ് നിങ്ങൾ കണ്ടെത്തുക, അതിനകത്ത് ഓപ്പണിംഗ് റിലേഷൻഷിപ്പ് സാറ്റിസ്ഫൈ ചെയ്യുന്നു നോക്കുക. സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് കണ്ടെത്തുക. അത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ മുന്നോട്ട് എന്നെക്കൊണ്ട് വരും വീഡിയോസിൽ എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. അല്ലാതെ ഒരിക്കലും ഒരു കാര്യം പഠിപ്പിച്ചെന്നും പറഞ്ഞ് ഞാനൊരിക്കലും ഓക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന വീഡിയോ ഒരുവിധം നിങ്ങൾക്ക് എല്ലാവർക്കും ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഈ ബാക്കിയുള്ള വീഡിയോസിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള വ്ളോഗേഴ്സോ അല്ലെങ്കിൽ ബാക്കിയുള്ള യൂട്യൂബേഴ്സോ പറയുന്ന പോലെ ഞാൻ പറയുന്നതെല്ലാം കൺഫേം ആയിട്ടും ശരിയാണ്, നിങ്ങൾ ഇന്ന് മുതൽ തന്നെ ട്രൈ ചെയ്ത് തുടങ്ങിക്കോളുക, അങ്ങനെയൊന്നും പറയില്ല. കാര്യം ഇത് കാശ് വെച്ച് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ നിങ്ങളൊരിക്കലും ടെസ്റ്റ് ചെയ്ത് അങ്ങനെ നോക്കാമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ ആദ്യം ചാർട്ട് പഠിക്കുക. ഓഫ് കോഴ്സ് നമുക്ക് എത്ര പഠിച്ചാലും അത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് വരും. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ബിസിനസ് റൺ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് കറണ്ട് ബില്ല് അടയ്ക്കുന്ന കണക്ക് തന്നെയാണ്. അല്ലെങ്കിൽ കറണ്ട് ബില്ലോ ലേബർ ശമ്പളമോ അല്ലെങ്കിൽ നമുക്കുള്ള വർക്കിംഗ് ക്യാപിറ്റലൊക്കെ പോലെ തന്നെയാണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. സ്റ്റോപ്പ് ലോസ് ഓഫ് കോഴ്സ് ഇതിൻ്റെ ഒരു പാർട്ടാണ്. ഷെയർ മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പാർട്ടാണ്. പക്ഷേ നിങ്ങൾ ഒന്നും അറിഞ്ഞുകൂടാതെ ഞാൻ പറയുന്നത് കണ്ണും പൂട്ടി വിശ്വസിച്ച് പോയി ഒരിക്കലും നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ട. ഞാനിപ്പോൾ പറയുന്നു, ഞാൻ പല കാര്യങ്ങളും വീഡിയോയിൽ പറഞ്ഞു, അതിന് ഈ കമൻറ്റ് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ചാർട്ട് പോയി നോക്കുമ്പോൾ നിങ്ങൾക്കും അത് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ വീണ്ടും കാണുന്നത്, എനിക്കറിയാം. അതിൽ വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ ഈ വീഡിയോയും നിങ്ങൾ പല പല ഡേയ്സ് ഓപ്പൺ ആക്കി നോക്കുക. എന്നിട്ട് ഓപ്പണിംഗ് എവിടെയാണ് ഫോം അയക്കുന്നത്, അതിന് ആനുപാതികമായിട്ട് കിട്ടുന്നുണ്ടോ. ഇതിനകത്ത് ഞാൻ എന്തുകൊണ്ടാണ് ഇത് മാത്രമല്ല നിങ്ങൾ അറിയേണ്ടുള്ളതെന്ന് പറഞ്ഞതെന്ന് അറിയോ? ഇനി ഈ ഇങ്ങനെ ഫോം ആവുന്ന ദിവസം എവിടെയാണ് CPR, ആ CPRൻ്റെ രീതി എന്താണ്, ക്യാമറയിലെ പിവട്ട് എവിടെയാണ്, അതിൻ്റെ S4 എവിടെയാണ്, അതിൻ്റെ S3 എവിടെയാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടും കൂടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നതും. അന്നത്തെ ദിവസം വെച്ചുകൊണ്ടിരിക്കണോ അല്ലെങ്കിൽ നമ്മൾ സ്കാൽപ്പ് ചെയ്യണോ അല്ലെങ്കിൽ എക്സിറ്റ് ആവണോ അല്ലെങ്കിൽ അതൊരു ട്രെൻഡ് ഡേ ആയിട്ട് നമ്മൾ ഫുൾ പ്രോഫിറ്റ് എടുക്കണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ആരും എടുത്തിയാടി ഒന്നും ചെയ്യാതിരിക്കുക. നമ്മളെല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ നമുക്ക് പതുക്കെയൊക്കെ ഷെയർ മാർക്കറ്റിൽ കിട്ടിയോളെന്ന് വരത്തോളം. പക്ഷേ ട്രേഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. ഒഴിഞ്ഞു മാറി നിൽക്കേണ്ട ദിവസങ്ങൾ വളരെ പരിമിതമാണ്. അത്തരത്തിലുള്ള ദിവസങ്ങൾ എങ്ങനെ മനസ്സിലാക്കാമെന്നും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്യില്ലെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്നു, കണ്ടതിന് ശേഷം ഓക്കെ ഉപകാരപ്രദമായെന്ന് പറഞ്ഞ് വിടുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യുന്നു. നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ അതിൽ ഒരു മിനിമം ഓഡിയൻസിനെങ്കിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ ഞാനിവിടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഫേർട്ട് ഇട്ട് പറയുമ്പോൾ അതിൽ എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ, വേറെ ആർക്കും പറ്റില്ല. ഞാനായിട്ട് ഇത് ആരെയും ഞാൻ ഫോഴ്സ് ചെയ്യില്ല. കാര്യം ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ 100% നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ അറിയാൻ പറ്റും. നിങ്ങൾ പല പല ഗ്രൂപ്പിൽ കാണും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ ഉള്ളൂ എനിക്ക് തിരിച്ചു ചെയ്യാൻ പറ്റുന്ന കാര്യം. എന്നാൽ പറ്റുന്ന രീതിയിൽ ക്വാളിറ്റി കണ്ടന്റ് ഞാൻ ഇനിയും ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കാം. എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനിവിടെ ചുരുക്കിയാണ്. പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത്. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ ഓഫ് യു.